ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ കേരളം ഇതുവരെ കാണാത്ത തരത്തിലുള്ള അസാധാരണമായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനാണ് വഴിതെളിഞ്ഞിരിക്കുന്നത്. സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെതിരെ സ്വന്തം വകുപ്പിന് കീഴിലുള്ള ആശാവർക്കർമാരും നീതി നിഷേധിക്കപ്പെട്ട ഹർഷീനയും നേരിട്ട് തെരുവിലിറങ്ങി പ്രചാരണം നടത്തുന്ന കാഴ്ച മന്ത്രിക്കും സർക്കാരിനും വലിയൊരു പ്രഹരം തന്നെയാണ്. ഭരണ തുടർച്ച ആഗ്രഹിക്കുന്ന വീണ ജോർജിന് ഇത് കേവലം ഒരു പ്രതിഷേധമല്ല, മറിച്ച് തൻ്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കുന്ന കനത്ത തിരിച്ചടിയാണിത്. കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന ആശാവർക്കർമാർ മന്ത്രിക്കെതിരെ രംഗത്തിറങ്ങുന്നത് അത്യപൂർവമായ നീക്കമാണ്. തങ്ങളുടെ സേവന വേതന വ്യവസ്ഥകളിലെ അപാകതകളും വർഷങ്ങളായുള്ള അവഗണനയും പരിഹരിക്കാൻ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ വീണ ജോർജ് പരാജയപ്പെട്ടു എന്നാണ് ഇവരുടെ പ്രധാന ആരോപണം. ആറന്മുള മണ്ഡലത്തിൽ വീട് വീടാന്തരം കയറി മന്ത്രിയുടെ ഭരണപരാജയങ്ങൾ തുറന്നു കാട്ടാനാണ് ഇവരുടെ തീരുമാനം. സാധാരണക്കാരായ ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളവരാണ് ആശാവർക്കർമാർ. അവർ ഓരോ വീട്ടിലും ചെന്ന് മന്ത്രിയുടെ വീഴ്ചകൾ വിവരിക്കുമ്പോൾ അത് വോട്ടർമാരുടെ മനസ്സിനെ സ്വാധീനിക്കുമെന്നതിൽ തർക്കമേയില്ല. ഇത് വീണ ജോർജിന്റെ വിജയ സാധ്യതകളെ സാരമായി ബാധിക്കുന്ന ഒരു അടി തന്നെയാണ്. ഇതിനോടൊപ്പം തന്നെ ആറന്മുളയിൽ രാഷ്ട്രീയ ചർച്ചയാകുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിലെ ഇരയായ ഹർഷീനയുടെ സാന്നിധ്യമാണ്. നീതി തേടി വർഷങ്ങളായി തെരുവിലും കോടതിയിലും പോരാടുന്ന ഒരു അമ്മയുടെ കണ്ണുനീർ വീണ ജോർജിന് വലിയൊരു രാഷ്ട്രീയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ആരോഗ്യമന്ത്രി എന്ന നിലയിൽ തനിക്ക് നീതി ഉറപ്പാക്കുന്നതിൽ വീണ ജോർജ് തികഞ്ഞ പരാജയമായിരുന്നുവെന്ന് ഹർഷീന ജനങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട്. നീതി നിഷേധിക്കപ്പെട്ട ഒരാൾ നേരിട്ട് വന്ന് മന്ത്രിയുടെ മണ്ഡലത്തിൽ വോട്ട് ചോദിക്കുമ്പോൾ അത് ജനങ്ങൾക്കിടയിൽ സർക്കാരിനെതിരെയുള്ള വലിയൊരു വികാരമായി മാറുന്നു. ആരോഗ്യവകുപ്പിന് കീഴിലുള്ള അടിസ്ഥാന ജീവനക്കാരുടെ വിശ്വാസം നേടിയെടുക്കാൻ കഴിയാത്തതും സാധാരണക്കാരൻ്റെ നീതിക്കു വേണ്ടിയുള്ള നിലവിളി കേൾക്കാത്തതും ഒരു മന്ത്രിയുടെ ഭരണപരമായ പരാജയമാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ആറന്മുള മണ്ഡലത്തിൽ വീണ ജോർജ് നേരിടുന്ന ഈ ഇരട്ടപ്രഹരം അവരുടെ തോൽവിക്ക് വരെ കാരണമായേക്കാം. പണ്ടുണ്ടായിരുന്ന ജനപിന്തുണ ഇപ്പോൾ ഇടിഞ്ഞിരിക്കുന്നുവെന്നും വോട്ടർമാർക്കിടയിൽ അതൃപ്തി പുകയുന്നുവെന്നുമാണ് ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. 5 വർഷം കൊണ്ട് നടപ്പിലാക്കി എന്ന് അവകാശപ്പെടുന്ന വികസന പ്രവർത്തനങ്ങളെക്കാൾ ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നത് ഇത്തരം ജീവൽ പ്രശ്നങ്ങളും അവകാശ ലംഘനങ്ങളുമാണ്. ആശാവർക്കർമാരുടെ സംഘടിതമായ നീക്കവും ഹർഷീനയുടെ വൈകാരികമായ പോരാട്ടവും ചേരുമ്പോൾ ആറന്മുളയിൽ വീണ ജോർജിന് നിലം തൊടാൻ കഴിയാത്ത സാഹചര്യം ഒരുങ്ങുകയാണ്. മന്ത്രി എന്ന പദവി ഉപയോഗിച്ച് പരിഹരിക്കാമായിരുന്ന പല പ്രശ്നങ്ങളും വഷളാക്കിയത് വീണ ജോർജിന്റെ വ്യക്തിപരമായ വീഴ്ചയായാണ് വോട്ടർമാർ കാണുന്നത്. ചുരുക്കത്തിൽ ആറന്മുളയിലെ പോരാട്ടം ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ളത് മാത്രമല്ല, മറിച്ച് നീതി നിഷേധിക്കപ്പെട്ടവരും വഞ്ചിക്കപ്പെട്ടവരും മന്ത്രിക്ക് നൽകുന്ന മറുപടിയായി മാറിയിരിക്കുന്നു. ഈ പ്രതിഷേധം വോട്ടായി മാറിയാൽ വീണ ജോർജിന് ആറന്മുളയിൽ നിന്ന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് ഉറപ്പാണ്. ഞാൻ 5 വർഷം വയറിൽ കത്രിക പേറി ചികിത്സയേക്കാൾ ഇപ്പോഴനുഭവിക്കുന്ന ശാരീരിക വേദനയേക്കാളേറെ ഞാൻ അനുഭവിച്ച മാനസിക വേദനയാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചാൽ ഒരു കാരണവശാലും കൈയും കെട്ടി നോക്കിയിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഇത് സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതിനാണ് ഹർഷീന ഇവിടെ എത്തിയത്. വലിയൊരു നീതികേട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആരോഗ്യമന്ത്രി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുകയാണ്. എന്താണ് ജനങ്ങളോട് പറയാൻ? ഇത്രയും വലിയ ഒരു കേരളത്തിലെ ഒരു സാധാരണക്കാരിയായ സ്ത്രീ ഇത്രയും വലിയ ഒരു ദുരന്തം അനുഭവിച്ചിട്ടും എന്റെ അടുത്ത് വന്ന് നെറ്റിയിൽ ഉമ്മ വെച്ച് പോയി 15 ദിവസത്തിനുള്ളിൽ പരിഹാരം പറഞ്ഞ മന്ത്രി 4 വർഷത്തോളമായി ഒരു തരത്തിലുള്ള നീതി എന്റെ അടുക്കലേക്ക് എത്തിയിട്ടില്ല. അപ്പം ചെറിയ ഒരു തുച്ഛമായ പ്രഖ്യാപനം നടത്തി സമാശ്വാസം ഹർഷീനക്ക് നൽകിയില്ല എന്നുള്ളൊരു നഷ്ടപരിഹാരം നൽകുന്നു എന്ന് പറഞ്ഞാണ് അന്ന് അത് പ്രഖ്യാപിച്ചത്. അങ്ങനെ നമ്മൾ അവഗണിച്ചിട്ട് ഞാൻ 5 വർഷം വയറിൽ കത്രിക പേറി ചികിത്സയേക്കാൾ ഇപ്പോഴനുഭവിക്കുന്ന ശാരീരിക വേദനയേക്കാളേറെ ഞാൻ അനുഭവിച്ച മാനസിക വേദനയാണ്. ഇത്രയും പ്രയാസം അനുഭവിച്ച ഒരാൾക്ക് നീതി ഇന്ന് ലഭ്യമാകും നാളെ ലഭ്യമാകുന്നതെന്ന് കാത്തു നിന്നിട്ട് ഒരു തരത്തിലുള്ള നീതി എത്തിയില്ല. അഹങ്കാരത്തിന്റെ ആ ഒരു ശബ്ദമാണ് നമുക്കിപ്പം കേൾക്കാൻ കഴിയുന്നത്. ഇതുവരെ നമ്മൾ കാത്തിരുന്നു എന്തെങ്കിലും രൂപത്തിൽ നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കുന്നത്. ഞാനൊരു അമ്മയാണ്. ഹർഷീന അനുഭവിച്ച വേദന ഒരിക്കലും ഒരാൾ അനുഭവിക്കാൻ പാടില്ലാത്തതാണ്. തീർച്ചയായും അർഹമായ നഷ്ടപരിഹാരവും ചെയ്തവർക്കെതിരെ നടപടിയും എടുക്കുമെന്ന് പറഞ്ഞിട്ട് ചെയ്തവർക്കെതിരെ ഇന്ന് വരെ ഒരു തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടില്ല. നമുക്ക് അർഹമായ നഷ്ടപരിഹാരവും നമുക്ക് നൽകേണ്ട നീതിയോ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇപ്പൊ നമ്മൾ സർക്കാരിനോട് ചോദിക്കുമ്പോൾ എപ്പോഴും അവരുടെ ഒരു വാദം ഹർഷീനയ്ക്ക് ഒപ്പമാണെന്നാണ്. പക്ഷെ അത് പ്രാവർത്തികമാകുന്നില്ല എന്നാണോ? വാക്കുകൾ കൊണ്ടൊപ്പം ഉണ്ടായിട്ട് എന്ത് കാര്യം? പ്രവൃത്തി കൊണ്ടൊപ്പം ഉണ്ടാകുന്നവരോടൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. പ്രവൃത്തി കൊണ്ട് എന്തായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ. എനിക്കൊരു രാഷ്ട്രീയമില്ല, എനിക്കൊരു രാഷ്ട്രീയ ലക്ഷ്യമില്ല. ഞാൻ നടത്തിയ ഇത്രയും വേദനയോടുകൂടി 110 ദിവസത്തോളം തെരുവിൽ വെയിലും മഴയും പൊടിയും കാറ്റുമേറ്റ്
നമ്മളെ കൂടെ ദിനേശ് ചേട്ടൻ ഇവിടെ ഉണ്ട്, ദിനേശ് പെരുമാണം. നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെ നമ്മളെ കൂടെ അത്രയും സഹോദര തുല്യനായി നിന്ന് ഇത്രയും നമ്മൾ പോരാട്ടം നടത്തിയിട്ടും ആ ഒരു വേദനക്ക് പോലും രാഷ്ട്രീയ സമരം എന്ന് പറഞ്ഞ് പുച്ഛിച്ച ആളുകളാണ് ഇവർ. അപ്പോൾ പോലും നമ്മൾ എന്നിട്ടും പറഞ്ഞു ഞാൻ ഇവിടെ എന്ത് രാഷ്ട്രീയം, എൻ്റെ വേദനയാണ് ഇവിടെ രാഷ്ട്രീയം. അതിനൊരു പരിഹാരം കാണാതെ നമുക്ക് അർഹതപ്പെട്ട നീതി നിഷേധിക്കപ്പെട്ടപ്പോഴാണ് നമ്മൾ സമരത്തിലേക്ക് ഒരു തെരുവിലേക്കൊക്കെ ഇറങ്ങിയത്. എന്നിട്ട് പോലും നമ്മളെ അവഗണിച്ചു വിട്ടപ്പോൾ നമുക്കുണ്ടായ വേദന അതൊരിക്കലും നമുക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. നമുക്ക് നീതി കിട്ടിയേ പറ്റും. ഇങ്ങനെയുള്ള ആളുകളെല്ലാം നമുക്കൊരു ജനപ്രതിനിധിയായിട്ട് വേണ്ടത്. നമ്മളെ കൂടെ നിൽക്കണം. ഇപ്പോഴും ഞാൻ ചികിത്സയിലാണ്. ഈ തുടർ ചികിത്സക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു സഹായം ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ട് അഭ്യർത്ഥിച്ചിട്ട് പോലും ഒരു തരത്തിലുള്ള ഒരു സഹായം ഉണ്ടായില്ല എന്ന് പോലും അല്ല, ഒരു തരത്തിലുള്ള ഒരു മൈൻഡ് പോലും ഉണ്ടായില്ല. ആ സമയത്ത് നമുക്ക് സഹായമായിട്ട് വന്നത് മുൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാറും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സാറോ അവരൊന്നും എന്റെ രാഷ്ട്രീയം നോക്കിയിട്ടോ എന്റെ വോട്ടോ ആർക്കാണെന്ന് നോക്കിയിട്ടോ ഒന്നല്ല എനിക്ക് സഹായം നൽകിയിട്ട്. ആ ഒരു സഹായത്തിലാണ് ഞാൻ ഇപ്പോഴും ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ മരണം വരെ ഈ വേദനയും ചികിത്സകളും തുടരേണ്ട അവസ്ഥയാണ്. ചെറിയ 3 പിഞ്ചു കുഞ്ഞുങ്ങളുള്ള ആളാണ്. എൻ്റെ കുടുംബവും എൻ്റെ ഒരു 25-ാം വയസ്സിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇപ്പോൾ 33 വയസ്സായിട്ടുള്ളൂ. ഈ സമയം തന്നെ എൻ്റെ ഇത്രയും നല്ല കാലം, എൻ്റെ പഠനം, എൻ്റെ കരിയർ എല്ലാം ഇത് കാരണം നശിച്ചുപോയി. എൻ്റെ വീട്ടിൽ ഒരു മക്കൾക്ക് പോലും സാധാ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പോലും കഴിയാതെ കിടന്നു പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു വേദന